ഓണരുചികളിൽ ഞാൻ അവസാനമായി പരിചയപ്പെടുത്തുന്നത് പായസമാണ്. ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസം. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി പായസമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പായസമാണ്. കുറച്ച് പായസം എടുത്ത് അതിലേക്കൊരു പഴം കൂടി കുഴച്ച് കുറച്ച് പപ്പടം കൂടി പൊട്ടിച്ചിട്ട് കഴിച്ചാലുള്ള രുചി നമ്മുടെ നാവിൽ നിന്ന് പോവില്ല അല്ലേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി 1/4 കിലോ ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒരു പാനിലിട്ട് നമുക്ക് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഉരുളി പോലെയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി അതൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ നല്ല വറവായി കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വറവ് ഏകദേശം ആയിട്ടുണ്ടെന്ന്. സമയത്ത് അപ്പം തന്നെ അടുപ്പിൽ നിന്ന് എടുത്ത് വാങ്ങി വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം വറവായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ കഴുകാതെയാണ് വറുത്തെടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പരിപ്പിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കിലോ പരിപ്പാണ് ഞാൻ എടുത്തത്. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പരിപ്പ് തെറിച്ച് പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 വിസിൽ കളിക്കുന്നവരെ നമുക്ക് വേവിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് 2 ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് അരച്ചിട്ട് വേണം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ. ഒരു 4 കപ്പ് 2-ാം പാലും 3 കപ്പ് 1-ാം പാലും നമ്മൾ തയ്യാറാക്കി വെക്കണം. പരിപ്പ് ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. 1/4 കിലോ പരിപ്പായതുകൊണ്ട് 1/2 കിലോ ശർക്കര എടുക്കണം. എത്രയാണോ പരിപ്പ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവ് ശർക്കരയാണ് എടുക്കേണ്ടത്. നല്ല ഡാർക്ക് കളർ ശർക്കര എടുത്തു കഴിഞ്ഞാൽ പായസത്തിന് നല്ല കളർ കിട്ടും. ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം മെൽറ്റ് ചെയ്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളത് മെൽറ്റ് ചെയ്ത് ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള ഉരുളി പോലത്തെ പാത്രം അടുപ്പത്തോട്ട് വെക്കാം. അതിലേക്ക് നമ്മുടെ പരിപ്പ് പകർന്നെടുത്തു. ഇനി അതിലേക്ക് ശർക്കരപ്പാനി അരിച്ച് വേണം ഒഴിക്കാൻ. അപ്പോൾ ശർക്കരപ്പാനിയിലുള്ള അഴുക്കൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കി പരിപ്പിൽ ഇനി എന്തെങ്കിലും കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഈ പരിപ്പ് നമ്മൾ ഈ ശർക്കര പാനിയിലിട്ട് വിളയിച്ചെടുക്കണം. നന്നായിട്ട് വിളയിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് ആ പരിപ്പിലേക്ക് പിടിച്ച് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. കണ്ടോ, അപ്പോൾ ഏകദേശം കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ അറിയാൻ പറ്റും, ഇളക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ തിക്നെസ് തോന്നും. ആ പരുവം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി ആക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം കുറുകി വരുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ച് വെച്ചിരിക്കുകയും വേണം. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 4 കപ്പ് 2-ാം പാലാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് തിളയ്ക്കുന്നവരേക്കും നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല, എന്നാലും ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് ഫ്ലേവറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇത് 3 കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതും ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ കുറുകി വരുന്ന കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1-ാം പാല് ചേർക്കുന്ന വീഡിയോ സ്കിപ്പായി പോയേ ക്ഷമിക്കണേ.
അപ്പോൾ ഒന്നാം പാല് ചേർക്കുമ്പോൾ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ മാക്സിമം കുറച്ച് വെക്കണം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാറില്ല. പാലൊന്ന് ചൂടാകുന്നത് വരെ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് ചൂടായെന്നത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാമേ. നമ്മുടെ പായസത്തിന് രുചി കൂട്ടാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിലിട്ട് കുറച്ച് തേങ്ങാക്കൊത്തുകൾ വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കശുവണ്ടി, കിസ്മിസ് ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ പായസത്തിലേക്ക് ആ നെയ്യോട് കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചാൽ പരിപ്പ് പായസം റെഡി. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.